ഇന്ന് ഞാൻ പൊട്ടേറ്റോ ലോലിപോപ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇതൊരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ 5 മീഡിയം സൈസുള്ള പൊട്ടേറ്റോ എടുക്കുക. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നത് എന്നുണ്ടെങ്കിൽ 3 വിസിൽ വരെ മതിയാവും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 3 ബ്രെഡ് പൊടിച്ചത് ചേർക്കുക. ഒരു വലിയ ഉള്ളി ചെറുതാക്കി മുറിച്ചത് ഇതിലേക്ക് ഇടുക. കുറച്ച് മല്ലിയില മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല പൗഡർ. ചാറ്റ് മസാല ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നാരങ്ങനീര് ആഡ് ചെയ്താൽ മതി. 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഈ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഈ മിക്സിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. ഒരു വലിയ നെല്ലിക്കൻ്റെ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയാൽ മതി. ഇതുപോലെ ബാക്കി എല്ലാ ബോൾസും റെഡിയാക്കി എടുക്കുക. ഈ റെസിപ്പി വെച്ചിട്ട് ഏകദേശം ഇതേ സൈസിലുള്ള 30 ബോൾസ് വരെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ കോട്ടിംഗ് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 2 സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള പേസ്റ്റാക്കി മാറ്റുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ ബോളും ഈ കോൺഫ്ലോർ മിക്സിലിട്ടിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഇത് ഞാൻ 5 ബ്രെഡ് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇങ്ങനെ എല്ലാ ബോളും ആദ്യം കോൺഫ്ലോർ മിക്സിലിട്ടിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ബോൾസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ ഓയിൽ ചൂടായി വന്നാൽ നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബോൾസ് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ എല്ലാം കൂടെ ഒരുമിച്ചിടരുത്. അറ്റ് എ ടൈം ഒരു 4ഓ 5ഓ നിങ്ങളുടെ പാത്രത്തിൻ്റെ വീതി അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇത് എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇളക്കരുത്. കാരണം അതിൻ്റെ മേലെയുള്ള ബ്രെഡ് ക്രംസ് നമ്മൾ ഇളക്കുന്ന സാധനത്തിൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഇത് എണ്ണയിൽ കിടന്ന് ആകെ പൊട്ടും. അതുകൊണ്ട് ഒരു ഭാഗം മൊരിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി. ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ കോരി മാറ്റുക. എല്ലാ ബോൾസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബോൾസിൻ്റെ മേലെ ഓരോ ടൂത്ത് പിക്ക് കുത്തി കൊടുക്കുക. അങ്ങനെ പൊട്ടാറ്റോ ലോലിപോപ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് കെച്ചപ്പിൻ്റെ കൂടെയോ മിൻറ്റ് ചട്നീൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.